ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ജപമാല പ്രാർത്ഥന ചെല്ലാറില്ല. ശരിയാണ്, ഞാൻ ചെല്ലാറില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങളപ്പോൾ അതിനെതിരാണോ? ഞാൻ ഇതുവരെ അതിനെതിരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എതിരല്ലേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ജപമാല പ്രാർത്ഥന ചെല്ലാറുണ്ടോ? അത് ബ്രദറെ, അഖണ്ഡ ജപമാല ഒടുങ്ങി നമ്മൾ അതിൻ്റെ കൂടെയാണ്. നിങ്ങളുടെ കാര്യമൊക്കെ നടന്നോ? അതിപ്പോൾ ചോദിച്ചാൽ നമുക്കിപ്പം മാതാവിനോടല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ നമുക്ക്. കാരണം മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. എന്തായാലും നമുക്കൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല, നമുക്ക് ചോദിക്കാൻ, നമ്മുടെ ആവശ്യം പറയാൻ നമുക്ക് ആകെ സഹായമുള്ളത് മാതാവാണ്. കാരണം കാനായിലെ കല്യാണ നാളിൽ നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ അത്ഭുതം, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ നമുക്ക് വാക്യങ്ങൾ വായിക്കാം. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നപ്പോൾ